നിഗൂഢതകൾ നിറഞ്ഞ ഒരു കഥയാണ് ഡയാറ്റിലോവ് പാസ് സംഭവം. 1959 റഷ്യയിലെ യുറൽ പർവ്വതനിരകളിൽ നടന്ന ഈ ദുരന്തം ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. മഞ്ഞുമൂടിയ ആ പർവ്വതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഇതുവരെ കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. 1959 ഫെബ്രുവരിയിൽ ഇഗോർ ഡയാറ്റിലോവ് എന്നയാളുടെ നേതൃത്വത്തിൽ 9 പരിചയസമ്പന്നരായ ഹൈക്കർമാർ യുറൽ പർവ്വതനിരകളിലേക്ക് ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടു. അവരെല്ലാം യൂറൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും മികച്ച പർവ്വതാരോഹകരുമായിരുന്നു. തണുപ്പും വെല്ലുവിളികളും നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഫെബ്രുവരി 1 രാത്രി അവർ കൊലാറ്റ്സിയാക്കിൽ, പ്രാദേശിക ഭാഷയിൽ മരിച്ചവരുടെ പർവ്വതം എന്ന മലഞ്ചെരുവിൽ ടെന്റ് കെട്ടി വിശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ദുരന്തം സംഭവിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ തിരികെ എത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവരുടെ ടെന്റ് കണ്ടെത്തി. ടെന്റിനുള്ളിൽ നിന്ന് കത്തിക്കൊണ്ട് കീറിയ നിലയിലായിരുന്നു. കൂടാതെ ടെന്റിനുള്ളിൽ അവരുടെ സാധനങ്ങളും വസ്ത്രങ്ങളും ഷൂസുകളുമെല്ലാം അതേപടി ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ ടെന്റിൽ നിന്ന് കുറച്ച് അകലെയുള്ള മരങ്ങളുടെ അടുത്തും മലഞ്ചെരുവിലുമായി 9 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മൃതദേഹങ്ങൾ പലതും വിചിത്രമായ അവസ്ഥയിലായിരുന്നു. ചിലർക്ക് തലയോട്ടിക്ക് ക്ഷതമേറ്റിരുന്നു. വാരിയെല്ലുകൾ ഒടിഞ്ഞ നിലയിലും ചിലരെ കണ്ടെത്തി. ചിലരുടെ കണ്ണുകളും ഒരു സ്ത്രീയുടെ നാവും നഷ്ടപ്പെട്ടിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഈ അതിശൈത്യത്തിൽ ചിലരെ തുണികൾ വളരെ കുറഞ്ഞ നിലയിലും ചിലരെ വസ്ത്രങ്ങൾ ഇല്ലാതെയും കണ്ടെത്തി എന്നതാണ്. കൂടാതെ ചിലരുടെ വസ്ത്രങ്ങളിൽ ഉയർന്ന അളവിൽ റേഡിയേഷന്റെ അംശങ്ങളും ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ കാരണം ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മഞ്ഞുവീഴ്ച, കൊടുങ്കാറ്റ്, വന്യമൃഗങ്ങളുടെ ആക്രമണം, തദ്ദേശീയരുടെ ആക്രമണം, സൈനിക പരീക്ഷണങ്ങൾ, അന്യഗ്രഹ ജീവികൾ എന്നിങ്ങനെ നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നിനും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യൻ അധികൃതർ ഈ സംഭവം ഒരു അജ്ഞാത പ്രകൃതിശക്തി മൂലമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിച്ചെങ്കിലും ദുരൂഹതകൾ ഇന്നും മായാതെ നിൽക്കുന്നു.